ഷെഫാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? അതേപോലെ ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് ബ്രോക്കളിയുടെ കൂടെ മുട്ടയും കൂടെ ചേർത്ത് നല്ലൊരു തോരൻ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. റെസിപ്പി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബ്രോക്കളി തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാമോളം വരുന്ന ബ്രോക്കളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് നമ്മൾ തോരൻ അരിയുന്ന പോലെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് കഴുകണം. കഴുകിയതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ചെറുതായിട്ടിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3-4 വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചെറുതായിട്ട് ഇതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റോളം സമയം നമുക്ക് ചെറുതീയിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് സവാള തീരെ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം. ബ്രോക്കോളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റോളം സമയം നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതീയിലിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. 1 മിനിറ്റോളം സമയത്തിന് ശേഷം വീണ്ടും നമുക്കിത് അടപ്പ് തുറന്ന് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തീരെ വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ക്യാബേജ് എങ്ങനെയാണ് വേവിക്കുന്നത് ആ ഒരു രീതി മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറു തീയിലിട്ട് നന്നായി ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ മുട്ടയുടെ പുറത്തേക്ക് നമുക്ക് അല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അല്പസമയത്തേക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അല്പസമയത്തിന് ശേഷം വീണ്ടും നമുക്ക് അടുപ്പ് തുറന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ബ്രോക്കളിയും മുട്ടയും കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്നതിനായിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം 1 മിനിറ്റോളം സമയം. ഇപ്പോൾ നമ്മുടെ ബ്രോക്കളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രോക്കളി തോരനാണ്. ഈ തോരനിലേക്ക് നമുക്ക് വേണമെങ്കിൽ മുട്ട വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. മുട്ട വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട മാറ്റിയിട്ട് നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് അങ്ങനെയും ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രോക്കളി തോരനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.